എല്ലാവർക്കും പ്രിയ തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതുകൊണ്ട് ഒരു പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചു. എന്നിട്ട് അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് 2 ദിവസം വെറുതെ അത് അടച്ചു വെച്ചു. അപ്പോൾ അത് തന്നെത്താൻ അങ്ങനെ മുളച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെ മുളപ്പിച്ച പയറാണ്. ഇനി അത് നമ്മൾ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക. നല്ലോണം അരയണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിവിടെ പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതെ, ഞാനിവിടെ എല്ലാ ചെറുപയറും നമ്മൾ ഇതുപോലെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സവാള, അതിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയ്ക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പം ഞാൻ സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അതും കൂടി ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെരിഞ്ജീരകമാണ്, നമ്മൾ മസാലയിലൊക്കെ ചേർക്കണ പെരിഞ്ജീരകം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ ജാറാണെങ്കിൽ ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയുടെ ഇലയൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് പൾസ് ചെയ്തെടുത്താലും മതി. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാവ് നേരത്തെ റെഡിയാക്കി വെക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്, എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഉരുട്ടിയിട്ട് അതൊന്ന് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പം തീയിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പം നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ അത് വറുത്ത് കോരിയെടുക്കുക. അപ്പം നിങ്ങൾ ചായക്ക് ഇത് ഉണ്ടാക്കണ വെച്ചെങ്കിൽ നമുക്ക് തലേ ദിവസം ഇത് മാവ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പം നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. എപ്പോഴും തീയെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക, അല്ല ചിങ്ങി മുകളിലത്തെ ഭാഗം മാത്രമാണ് വേവുള്ളൂ, ഉള്ളു വേവില്ല. അതേ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയണത്. നമുക്ക് എല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി വട ചെറുപയർ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഹൈ പ്രോട്ടീനുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൂട്ടത്തിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പം ഞാനിത് ഇതുപോലെ ഒരു വട നമുക്ക് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം.